മധു പാട്ടിയ പാട്ടുകളൊക്കെ പലതും നല്ല പ്രണയഗാനങ്ങളാണ്. സ്വാഭാവികമായിട്ടും സംഗീത സംവിധായകൻ ആ പ്രണയത്തെ അതിലേക്ക് ഇങ്ങ് സന്നിവേശിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അതിന് കുറച്ചും കൂടി ഒരു ഭാവദീപ്തം നൽകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മധുവിനൊരു ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നും കൂടി ഒരു ഇംപ്രവൈസേഷൻ അത് എനിക്ക് മാത്രമല്ല ഏതൊരു ഗായകനും അത് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് ആ പാട്ട് മനോഹരമാക്കുക. പ്രണയഗാനമാണെങ്കിൽ അത് മാക്സിമം പ്രണയം അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഏതൊരു ഗായകൻ്റെയും ഒരു ദൗത്യമാണ്. അപ്പം ഭയങ്കர ஆனால் யார் கூட பாடியிருக்கான்னு நான் சொல்ல மாட்டேன். அது நீங்களே கண்டுபிடிக்கணும். ஸ்டுடியோவில் வந்து நீங்கள் பாட்டு போட்டு தரேன், நீங்களே കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ചെന്ന് പാട്ട് പഠിക്കാനായിട്ട് ഇട്ട് വന്നു. അപ്പോൾ വിദ്യാസാഗർ സാർ എന്നോട് ഒരു പഴയ പാട്ടിൻ്റെ ഇത് പറഞ്ഞിട്ട് അതിൽ ദാസേട്ടൻ്റെ വോയിസ് എത്ര സ്വീറ്റാണെന്ന് കണ്ടോ അതുപോലെ ആ പാട്ടിൻ്റെ ആ ഫ്ലോ അതുപോലെ തന്നെ വരണം ഈ പാട്ടിലും, നല്ല മധുരമായിരിക്കണം. അതെ എന്ന് പറഞ്ഞു. അത്രയും അടുത്ത് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പാട്ട് പ്ലേ ചെയ്തു. അപ്പോൾ ഫീമെയിൽ വെർഷൻ മാത്രം ഇങ്ങനെ കേട്ടു. ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ജാനകി അമ്മയാണോ എന്ന് തോന്നി. അല്ല, ജാനകി അമ്മയല്ല. പിന്നെ എനിക്ക് മനസ്സിലായി ആശാജിയാണെന്ന്. എനിക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா, அந்த நேரம் அந்தி நேரம் அன்பு தூரல் போடாதா. கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா, அந்த நேரம் அந்தி நேரம் அன்பு தூரல் போடாதா. கொஞ்சம் நேரம் എല്ലൈ മീറക്കൂടാതാ. ആർക്കാണോ പാടുന്നത് ആ വ്യക്തിയെ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ശബ്ദവിന്യാസം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് പാട്ട് എൻ്റർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഞാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ആക്ടേഴ്സ് ആരാണ് ചോദിക്കാറുണ്ട്. മധു ഈ പറഞ്ഞ പോലെ ഈ ശബ്ദം ഒരുപക്ഷെ ഒരു ഗായകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ്. മധുവിനിപ്പോൾ എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് ഞാൻ ചോദിക്കില്ല. എന്താ കാരണം അതിനേക്കാൾ അങ്ങനെ വലിയ സ്വത്തൊന്നുമില്ല. ആകെ സ്വത്ത് കുടുംബം, മക്കള്. ഇത് കേട്ട് വല്ല ഇൻകം ടാക്സുകാർ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. ഇൻകം ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം പല ആൾക്കാരും പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതെ. മധു ഇതിനെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? ഇതിനെ ശ്രദ്ധിക്കാറുണ്ടോ, പരിപാലിക്കാറുണ്ടോ? ഞാൻ എൻ്റെ ഭക്ഷണ കാര്യങ്ങളിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ ശീലിച്ചു വന്നിട്ടുള്ളതാണ്. അത് ആ ഒരു രീതിയോടെ എൻ്റെ ശരീരം എന്താ പറയുക അതിനനുസരിച്ചാണ് പൊരുത്തപ്പെട്ടു. ചൂടുവെള്ളം മാത്രമേ കഴിക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. സസ്യാഹാരം മാത്രം അങ്ങനെയൊന്നുമില്ല. ഞാൻ ചിക്കൻ, ഫിഷ്, എഗ്ഗ് ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ വെജിറ്റേറിയൻ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അതിൻ്റെ കാരണം? എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോഴത്തെ കിട്ടുന്ന മത്സ്യമാംസത്തിന്റെ ഒരു ഗുണമേന്മ അതിൽ വിഷാംശം കലർന്നിട്ടുള്ള സസ്യഭക്ഷണത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഭക്ഷണം. അതെ, അല്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് സന്തോഷമാവും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതിൽ പല ഫ്ലേവേഴ്സ് ഉണ്ട്, പല ടേസ്റ്റുള്ള പല ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കും. മിൽമയുടെ ആയാലും ശരി, ഐ സ്റ്റിക്സ്, ഇത് ചോക്കോ ബാറും അതില്ലേ, അതൊക്കെ ഇഷ്ടംപോലെ കഴിക്കും. ഒന്ന് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ പറഞ്ഞ തണുപ്പൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊന്നുമില്ല. ഐസ്ക്രീം കഴിച്ച ഉടനെ തന്നെ സ്റ്റുഡിയോയിൽ കയറി പാടിയിട്ടുണ്ട്. ഈവൻ യൂത്ത് ഫെസ്റ്റിവലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേജിൽ കയറുന്ന തൊട്ട് മുമ്പ് സൈക്കിളിൽ ഐ സ്റ്റിക്സ് വിൽക്കുന്നില്ലേ, അത് കഴിച്ചിട്ട് ഞാൻ കയറി പാടിയിട്ടുണ്ട്. തമിഴിലും മലയാളത്തിലും ഒരുപാട് നല്ല ഗാനങ്ങൾ. പക്ഷെ അതോടൊപ്പം തന്നെ തെന്നിന്ത്യയിലെ മറ്റു ഭാഷയിലും മധു ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ച് തെലുങ്കിലും കന്നഡയിലൊക്കെ. ഈ ഭാഷ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ പാടും? എനിക്ക് തമിഴ് കുട്ടിക്കാലം മുതൽ അച്ഛൻ തമിഴ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തമിഴ് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഈ തെലുങ്കും കന്നഡയെല്ലാം ഞാൻ മദ്രാസിൽ TVG സാറിന്റെ അവിടെ പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ടുള്ള പരിചയം കുറച്ചൊക്കെ അറിയാനും ചില വാക്കുകളുടെ അർത്ഥം എനിക്കറിയുകയും ചെയ്യായിരുന്നു. അപ്പം ನಗುವಲೊಂದು ಪುಟ್ಟ ನಗುವಿದೆ, ಆ ನಗುವಿಗಾಗಿ ತವರು ಕಾದಿದೆ. ತಂಗಿ ನಿನ್ನ ಕಣ್ಣಲೊಂದು ಪುಟ್ಟ ಕನಸಿದೆ, ಆ ಕನಸಿಗಾಗಿ ತವರು ಕಾದಿದೆ. ನೀನು ಹಾಡಿ ಬೆಳೆದಂದ ತೊಟ್ಟಿಲಿಲ್ಲಿದೆ, ತೊಟ್ಟಿಲಿಲ್ಲಿದೆ. ನಿನ್ನ ಮಗುವ ನಗುವಿನಾಟ ನೋಡೆ ಕಾದಿದೆ, ನೋಡೆ ಕಾದಿದೆ.
ಎಲ್ಲ ಜನುಮದಲ್ಲಿಯೂ ನನ್ನ ತಂಗಿಯಾಗು ನೀ.